ഒരു സഹാബി വന്നിട്ട് റസൂലുള്ളയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, എനിക്ക് ചില കുടുംബക്കാരുണ്ട്, ഞാൻ അവരോട് വളരെ നല്ല നിലക്ക് പെരുമാറുന്നു, അവരെന്നോട് എന്ത് ചെയ്താലും ഞാൻ ക്ഷമിക്കുന്നു, പക്ഷെ അവരെന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്, അവർ എന്നെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഫഇൻ കുൻത കമാ ഖുൽത ഫകഅന്നമാ തുസിഫുഹുൽ മല്ലാം, നീ പറഞ്ഞതുപോലെയാണെങ്കിൽ അവരെ നീ ചുടുവെണ്ണീര് തീറ്റിക്കുന്നതിന് സമമാണ്. എന്നിട്ട് നീ ആ രൂപത്തിൽ പ്രവർത്തിക്കുകയും അത് കണ്ടിന്യൂ ചെയ്യുകയുമാണെങ്കിൽ അള്ളാഹുവിൽ നിന്ന് നിന്നെ സഹായിക്കാൻ ഒരാളുണ്ടാകും എന്ന് പറഞ്ഞാൽ, നമ്മോട് മോശമായി പെരുമാറുന്നവരോടും നാം അങ്ങോട്ട് മാന്യമായി പെരുമാറിയാൽ അള്ളാഹുവിൽ നിന്ന് നമ്മെ സഹായിക്കുവാനുള്ള ഒരു സഹായി, ഒരു മലക്കിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മൻ കലമ ഗൈളൻ വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു ദഅാഹു അല്ലാഹു യൗമൽ ഖിയാമത്തി അലാ റൂസിൽ ഖലായിഖി ഹത്താ യുഖയ്യിറഹു മിനൽ ഹൂരി മാ ഷാ. ഒരാൾ ദേഷ്യം അടക്കി വെക്കുകയാണെങ്കിൽ, ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടായി, പക്ഷെ അതിനെ അടക്കി വെച്ചാൽ ഖിയാമത്ത് നാളിൽ സകല സൃഷ്ടികളുടെയും സാന്നിധ്യത്തിൽ ആ വ്യക്തി അല്ലാഹു പ്രത്യേകം വിളിക്കുന്നതാണ്. സകല സൃഷ്ടികൾക്കും അയാളെ പരിചയപ്പെടുത്തും. എന്നിട്ട് പറയും, സ്വർഗത്തിലെ ഹൂറുല്യങ്ങളിൽ നിന്ന് എത്രയാണോ ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്തോളൂ, കാരണം അത്രമാത്രം വലിയ ശ്രേഷ്ഠമായ പ്രവർത്തനമാണ് ദേഷ്യം മടക്കി വെക്കുക.